പണിയാനൊരുങ്ങി ചൈന. ചൈനയുടെ അപൂർവ എർത്ത് നിരോധനം ഇന്ത്യൻ വ്യവസായങ്ങളെയും ബാങ്കുകളെയും ബാധിച്ചേക്കാമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചൈനീസ് പൗരന്മാർക്ക് ടൂറിസ്റ്റ് വിസ നൽകാൻ ഇന്ത്യ വീണ്ടും ആരംഭിച്ച വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇന്ത്യയെ പണിയാൻ ചൈന ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇന്ത്യ ചില കാര്യങ്ങൾ ചൈനയെ ആശ്രയിക്കുന്നുണ്ട്. അതിനെ മുതലെടുക്കുകയാണ് ചൈന. ഗതാഗതം, ഇലക്ട്രോണിക്സ്, യന്ത്രങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഇന്ത്യയുടെ പ്രധാന വ്യാവസായിക മേഖലകൾ ചൈനയിൽ നിന്നുള്ള അപൂർവ ഭൂമി ഇറക്കുമതിയെ വളരെയധികം ആശ്രയിക്കുന്നു. ചൈനയിൽ നിന്നുള്ള കയറ്റുമതി നിയന്ത്രണങ്ങൾ തുടരുന്നത് ആഭ്യന്തര ഉൽപാദനത്തെയും കയറ്റുമതിയെയും തടസ്സപ്പെടുത്തുമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സമീപകാല വിശകലനം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ മേഖലകളുമായി സമ്പർക്കം പുലർത്തുന്ന ബാങ്കുകളിൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളും പഠനം എടുത്തു കാണിക്കുന്നു. ഇന്ത്യക്ക് അപൂർവ എർത്ത് ഒരു നിർണായക ധാതുവാണെന്ന് SBI വിശകലനം എടുത്തു കാണിക്കുന്നുണ്ട്. ഗതാഗത ഉപകരണങ്ങൾ, അടിസ്ഥാന ലോഹങ്ങൾ, യന്ത്രങ്ങൾ, നിർമ്മാണം, ഇലക്ട്രോണിക്സ് എന്നിവയാണ് ചൈനയുടെ നിരോധനം ഏറ്റവും കൂടുതൽ ബാധിച്ച മേഖലകൾ. അപൂർവ എർത്തിന്റെ വിതരണത്തിലെ ഏതെങ്കിലും തടസ്സം ആഭ്യന്തര ഉൽപാദനത്തെയും കയറ്റുമതിയെയും മാത്രമല്ല, ഈ വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട ബാങ്കുകളുടെ സാമ്പത്തിക ബാധ്യതയെയും ബാധിക്കുമെന്ന് SBI മുന്നറിയിപ്പ് നൽകുന്നു. അപൂർവമായ എർത്ത് സപ്ലൈ ഷോക്ക് മൂലം ബാങ്കുകളിലേക്കുള്ള നിരവധി സാധ്യതയുള്ള ട്രാൻസ്മിഷൻ സംവിധാനങ്ങളെ SBI വിശകലനം വിവരിക്കുന്നു. സെമി പ്രോസസ്ഡ് ഇൻവെസ്റ്റിന്റെയും നിഷ്ക്രിയ ശേഷിയും അടിഞ്ഞുകൂടുന്നത് മൂലം പ്രവർത്തന മൂലധന ചക്രം നീട്ടൽ, ഉൽപാദന പ്രവർത്തന ക്ഷമതയില്ലായ്മ മൂലം ഡിമാൻഡിലെ ചാഞ്ചാട്ടം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇത് അപ്സ്ട്രീം, ഡൗൺസ്ട്രീം മേഖലകളിൽ സമ്മർദ്ദം ഉയർന്നു വരുന്നതിനും ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനികളിൽ നിന്ന് ബാങ്കിംഗ് മേഖലയിലേക്കുള്ള പരസ്പരം ബന്ധങ്ങൾക്കും പൂർത്തീകരിക്കാത്ത ബാധ്യതകൾക്കുമുള്ള കയറ്റുമതി വ്യാപാര അനിശ്ചിതത്വങ്ങൾക്കും കാരണമായേക്കാം. ഇന്ത്യയുടെ വ്യാപാര ഡേറ്റ വിശകലനം ചെയ്യുമ്പോൾ കഴിഞ്ഞ 4 വർഷത്തിനിടെ രാജ്യം പ്രതിവർഷം ഏകദേശം $33 ബില്യൺ അപൂർവ എർത്ത് മൂലകങ്ങളും സംയുക്തങ്ങളും ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. FY25 ഇറക്കുമതി $31.9 മില്യൺ ആണ്. എന്നിരുന്നാലും അപൂർവ എർത്ത് മൂലകങ്ങളുമായി അടുത്ത ബന്ധമുള്ള മാഗ്നറ്റ് ഇറക്കുമതി ഈ കാലയളവിൽ ശരാശരി $249 മില്യൺ വളരെ കൂടുതലായി. FY25 ഇത് $291 മില്യൺ ഉയർന്നു. SBI പഠനം എടുത്തു കാണിക്കുന്നത് അപൂർവ എർത്ത് നേരിട്ട് ആഗിരണം ചെയ്യുന്നത് 6 പ്രധാന മേഖലകളിലാണ്. പ്രത്യേകിച്ച് അടിസ്ഥാന ലോഹങ്ങൾ, ഒപ്റ്റിക്കൽ ഉപകരണങ്ങൾ എന്നിവയിലാണ്. കാന്തങ്ങളുടെ കാര്യത്തിൽ ഉപയോഗം പ്രധാനമായും ഓട്ടോമോട്ടീവ്, ഇലക്ട്രോണിക്സ് യന്ത്രങ്ങൾ എന്നീ മേഖലകളിലാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. നേരിട്ടുള്ള അപൂർവ എർത്ത് ഇൻപുട്ടുകളും കാന്തങ്ങളിലെ ഉൾച്ചേർച്ച അപൂർവ എർത്ത് ഉള്ളടക്കവും കണക്കിലെടുത്ത് ഒരു ഗ്രാനുലാർ സെക്ടർ ബൈ സെക്ടർ വിശകലനം നടത്തി. മാത്രമല്ല, ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വൻ ശക്തിയായി മാറാനൊരുങ്ങുകയാണ് ചൈന ഇപ്പോൾ. ലോകത്തിലെ ഏറ്റവും വലിയ ദൂരദർശിനി ചൈന നിർമ്മിക്കുന്നുണ്ടെന്ന വിവരവും പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ അത് വലിയ ചർച്ചകൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. സർക്കാർ ഉടമസ്ഥതയിലുള്ള നാൻജിങ് ജ്യോതിശാസ്ത്ര ഉപകരണങ്ങൾ അടുത്തിടെ നടത്തിയ സോഷ്യൽ മീഡിയ പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള നിരവധി സൂചനകളിൽ നിന്നാണ് ഇങ്ങനെയൊരു വിവരം പുറത്തു വന്നത്. 48 അടി ദൂരദർശിനി സ്ഥാപിക്കുന്നതിനുള്ള ഒരു താഴികക്കുടത്തിന് $22 മില്യൺ കരാർ നേടിയതായി കമ്പനി വെളിപ്പെടുത്തി. ഏപ്രിലിൽ ഒരു ശാസ്ത്ര സ്ഥാപനം സന്ദർശിച്ച വിദ്യാർത്ഥികളും അത്തരമൊരു നിരീക്ഷണശാലയത്തിനുള്ള കണ്ണാടി ക്രമീകരണങ്ങൾ കാണുന്നതിനായി റിപ്പോർട്ട് ചെയ്തു. വിരമിക്കുന്നതിന് മുൻപ് ഈ അഭിലാഷപരമായ ദൂരദർശിനി പദ്ധതി പൂർത്തിയാക്കാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് ഒരു പ്രമുഖ ചൈനീസ് ജ്യോതിശാസ്ത്രജ്ഞർ സൂചന നൽകിയിട്ടുണ്ട്. ഈ നിരീക്ഷണാലയം പൂർത്തിയായാൽ അമേരിക്കൻ സാങ്കേതിക ആധിപത്യത്തെ വെല്ലുവിളിക്കുകയും ചൈനയ്ക്ക് തന്ത്രപരമായ മുൻതൂക്കം നൽകുകയും ചെയ്യും. എന്നിരുന്നാലും ചൈനീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഇത്രയും വലിയൊരു ശാസ്ത്ര ശ്രമത്തിന്റെ അംഗീകാരത്തിന്റെ അഭാവം അസാധാരണമാണ്. അതേസമയം ചൈന ഈ കൂറ്റൻ ദൂരദർശിനി നിർമ്മിക്കാനുള്ള സാധ്യത അതിന്റെ സാധ്യമായ സൈനിക പ്രയോഗങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. നാസയുടെ നിരീക്ഷണശാലകളും ബഹിരാകാശ ദൂരദർശിനികളും നടത്തുന്ന ലാഭേച്ഛയില്ലാത്ത സംഘടനയുടെ തലവനായ മാറ്റ് മൗണ്ടൻ ഇത്തരമൊരു പദ്ധതിയിൽ ചൈനയുടെ താൽപര്യത്തിന് 2 കാരണങ്ങൾ നിർദ്ദേശിച്ചു. ഒന്ന്, ജ്യോതിശാസ്ത്ര പുരോഗതി ശാസ്ത്രീയവും സൈനികവുമായ ആവശ്യങ്ങൾക്ക് സഹായമാകുമെന്നതാണ്. മറ്റൊന്ന്, ഏതാനും പതിറ്റാണ്ടുകൾക്കുള്ളിൽ US-നെ മറികടക്കുക എന്ന ലക്ഷ്യത്തോടെ ശാസ്ത്രം പിന്തുടരാൻ കുട്ടികളെ പ്രചോദിപ്പിക്കുക എന്നതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.